വെൽക്കം ബാക്ക് ടു ബിനാസ് ലൈനിങ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ടെസ്റ്റാവും നിങ്ങളെ. ഇത് ഗണിത മഞ്ജരി എന്നാണ്. നമ്മളതിൻ്റെ അതായത് 1ാമത്തെ പാഠത്തിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്, 2ാമത്തെ പാഠത്തിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം 1ാമത്തെ പാഠം ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അത് നല്ലപോലെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മുടെ ഗണിത മഞ്ജരി എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കേട്ടോ. ഗണിത മഞ്ജരി. അതിൻ്റെ 1ാമത്തെ പാഠം ഏതാണെന്നറിയോ? ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ് കേട്ടോ. അതിൻ്റെ നമ്മൾ ഒരു ലിങ്ക് ഇട്ടതാവും നിങ്ങളെ. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ ഇവിടെ, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും കൂടെ കണ്ടോ, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ഇതിന് ഒറിജിൻ എന്നാണ് പറയുന്നത്. ഒറിജിൻ, ORIGIN, ഒറിജിൻ കേട്ടോ. ORIGIN, ഒറിജിൻ. നമുക്കറിയാം ഇതിൽ നിന്നും വലത്തോട്ട് പോകും തോറും പോസിറ്റീവ് നമ്പറുകളാണ്. 1, 2, 3, 4, 5 എന്നിങ്ങനെ പോസിറ്റീവ് നമ്പറുകളാണ് വലത്തോട്ട് പോകുന്നത്. ഇടത്തോട്ട് പോകും തോറും -1, -2, -3, -4 എന്നിങ്ങനെ നെഗറ്റീവ് നമ്പറുകളാണ്. ഓർത്തോണേ നിങ്ങൾ, ഇടത്തോട്ട് പോകുമ്പോൾ മൈനസ് നമ്പറുകളും വലത്തോട്ട് പോകും തോറും പോസിറ്റീവ് നമ്പറുകളുമാണ് കേട്ടോ. അതുപോലെ തന്നെ മേപ്പോട്ട് പോകുമ്പോഴോ നോക്കിക്കേ, മേപ്പോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പറുകളാണ്. പോസിറ്റീവ് കേട്ടോ. ഇതൊക്കെ നമ്മളൊക്കെ അറിയാവുന്ന, എന്നാലും അങ്ങ് പറയുക നമ്മൾ. കാരണം ഗ്രാഫ് നമ്മൾ 9ലായി ഗ്രാഫൊക്കെ നമ്മൾ പഠിച്ച. അതുപോലെ താപ്പോട്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ താപ്പോട്ട് വരുമ്പോൾ എന്താ? നെഗറ്റീവ് കേട്ടോ. -1, -2, -3, -4 അല്ലേ, ഇങ്ങനെ പോകും. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഇതിനെ ഒറിജിൻ, അതായത് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൂടെ തന്നെ ഇവിടെ മീറ്റ് ചെയ്യുന്നതിന് എന്താണ്? ഒറിജിൻ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ അങ്ങോട്ട് പോസിറ്റീവ് നമ്പർ, ഇവിടെ ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പർ. ഇവിടെ മേപ്പോട്ട് പോസിറ്റീവ് നമ്പർ, ഇവിടെ താപ്പോട്ട് നെഗറ്റീവ് നമ്പർ കേട്ടോ. ഇതിനെ നമ്മൾ എക്സ് എന്നും ഇതിനെ നമ്മൾ X' എന്നും കേട്ടോ. ഡാഷ് എന്ന് വെച്ചാൽ ഇങ്ങനെ മേലിൽ ഇങ്ങനെ വരാം. ഇതിനെ Y എന്നും ഇതിനെ നമ്മൾ Y' എന്നും പറയാം. ഇനി ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ കേട്ടോ. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ്, അതായത് നോക്കി ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒറിജിന് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, ഇതിന് മൊത്തത്തിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ റഫായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, കാർട്ടീഷ്യൻ പ്ലെയിൻ. ഇനി ഇതിന് 4 തരത്തിലുണ്ട്. അതായത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് കേട്ടോ, QU ക്വാഡ്രന്റ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് കേട്ടോ, സെക്കൻഡ് ക്വാഡ്രന്റ്. ഇത് തേർഡ് ക്വാഡ്രന്റ്. ഇത് ഫോർത്ത് ക്വാഡ്രന്റ് കേട്ടോ. ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഇപ്പം തന്നെ നമ്മളതൊന്ന് ഇട്ടതാ, എന്നാലും ഒന്നുകൂടെ അങ്ങ് പറഞ്ഞ ഒരു കണക്കൂടി ഇടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മളോട് നമ്മൾ പഠിച്ച ഇപ്പോൾ കോർഡിനേറ്റ് നമ്മൾ പഠിച്ച ഇപ്പം 4 -4 ഇങ്ങനെ ഒരു നമ്പർ തരികയാണെങ്കിൽ ആദ്യം തരുന്ന നമ്പർ എക്സ് എന്നും രണ്ടാമത് തരുന്നത് വൈയുമാണ്. രണ്ടാമത്തത് ഇത് എക്സും ഇത് വൈയുമാണ്. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ കോർഡിനേറ്റിൻ്റെ നമ്പർ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല, ഇനിയായാലും ചെയ്യാം. നിങ്ങളെ 4 - 4 എന്ന് പറയുന്ന ഒരു നമ്പർ ഇങ്ങനെ തരുവാണെങ്കിൽ ഇപ്പോൾ 3 4 കണ്ടോ, 3 4 ഇത് കോർഡിനേറ്റ് നമ്പറാണ്. അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് തരുന്ന എന്താണ്? എക്സും രണ്ടാമത് തരുന്നത് വൈയുമാണ്. ഇപ്പം പിടികിട്ടിയോ? അപ്പം അതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞോണം. നോക്കി, ആദ്യം നമ്മൾ എക്സ് എഴുതേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ ലൈനല്ലേ, അല്ലേ, ഈ ഒരു ലൈനല്ലേ, ഹൊറിസോണ്ടൽ ലൈനല്ലേ എക്സ് ആണ്. അപ്പം ഇത് എക്സ് ആണ്, ഇതെന്താണ്? വൈയുമാണ് കേട്ടോ. ഇത് വെർട്ടിക്കൽ എന്താണ്? വൈയുമാണ്. ഓർത്തോണേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിനെ അല്ലേ ഫസ്റ്റിൽ എഴുതുന്നത്. എക്സ് നോക്കിയേ നിങ്ങളെല്ലാം പോസിറ്റീവാണ്. വൈ നോക്കിയേ, വൈയുമെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? പോസിറ്റീവുമായിരിക്കും അവിടുത്തെ കോർഡിനേറ്റ് വരുന്നത് കേട്ടല്ലോ. എക്സ് ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എക്സ് നോക്കിയേ പോസിറ്റീവാണ്. ഇവിടെ വൈ എന്ന് പറയുന്നതും പോസിറ്റീവാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവുമാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എക്സ് ആണല്ലോ ആദ്യം പറയേണ്ടത്. എപ്പോഴും എക്സ് ആണ് ആദ്യം പറയേണ്ടത്. ഇവിടുത്തെ എക്സ് നോക്കിയേ എല്ലാം നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് ഫസ്റ്റ് പറയാം. ഇനി വൈ എന്ന് പറയുന്നത് നോക്കിയേ എല്ലാം പോസിറ്റീവാണ് അല്ലേ, മേപ്പോട്ട് പോകുമ്പോൾ പോസിറ്റീവ് അല്ലേ. അപ്പം മൈനസും പ്ലസുമാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. മനസ്സിലാക്കണേ. അടുത്ത തേർഡ് എന്ന് പറയുന്നത് എക്സ് വേണം ആദ്യം പറയാൻ. എക്സ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ ഇത്ര എടുത്ത് എക്സ് മൈനസ് ആണ്. ഇവിടെ നോക്കിയേ താപ്പോട്ടും എന്താ? താപ്പോട്ടും മൈനസാ, വൈയും മൈനസാ. അപ്പോൾ ഇവിടുത്തെ മൈനസുമാണ് ഇവിടുത്തെ ക്വാഡ്രന്റ്. ഇത് നോക്കുന്നില്ല, ഇത് എക്സും ഇത് വൈയുവാ. നിങ്ങൾ ആ എക്സിൻ്റെയും വൈയുടെയും നോക്കിയാൽ മതി. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ എല്ലാം പോസിറ്റീവാണ്. വൈ എന്ന് പറയുന്ന എല്ലാം നെഗറ്റീവാണ്.
കണ്ടോ? ഇത് ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എല്ലാ കണക്കും ചെയ്യാൻ പറ്റും. ഇപ്പം പിടികിട്ടിയുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ട് ഉണ്ടല്ലോ. അതായത് ഓരോ ക്വാഡ്രൻറ്റും അറിഞ്ഞാൽ മതി. ഇത് പോസിറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇപ്പം 4 -3 ഇങ്ങനൊരു ക്വാഡ്രൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കിതിന് എവിടെയാണ് ഇത് കാണിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഇപ്പം 4 എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് എക്സ് ആണ്, -3 എന്ന് പറയുന്നത് വൈ ആണ്. മനസ്സിലായോ? അപ്പം ഇതിനകത്തിലെ എക്സിൻ്റെ 4 എന്ത് ചെയ്യും നിങ്ങൾ? എക്സിൻ്റെ 4 നോക്കി, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എക്സിൻ്റെ പോസിറ്റീവും ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവും. അപ്പം 4 അല്ലേ? ഇതാണ്ടേ 4, ഇതാണ് 4. എക്സിൻ്റെ 4 എന്ന് പറയുന്നത് ഇതാ. ഇനി വൈയുടെ -3 എന്ത് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ? വൈ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ -3 എന്ത് ചെയ്യും? ഇതാ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പം -3 ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് സ്കെയിൽ വെച്ച് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരുപാട് എഴുതി വെച്ചേക്കൊണ്ടുണ്ട്. അത് 4 എന്ത് ചെയ്യും നിങ്ങൾ? 4 താണ്ട് ഇങ്ങനെ 4. അപ്പം നോക്കിയേ, എക്സ് ആണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. എക്സിൻ്റെ 4 വൈയുടെ -3 ഇത്രയേ ഉള്ളൂ. ഇതറിയാവുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റിൽ എഴുതേണ്ട എന്താ? എക്സ്, രണ്ടാമത് വൈ. മനസ്സിലായോ? നമ്മളിത് ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാ, എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞതാ കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങൾ. ഇതിൻ്റെ നമ്മൾ ചെയ്തതാണ് കണ്ട ടെസ്റ്റിനകത്തിലൊക്കെ കണ്ട. ഇത് വൈ ആക്സിസ് കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്തിൽ 0 ആൻഡ് ഈ ഒറിജിന് ഇവിടെ 0 കണ്ടോ, 0. ഇപ്പം 4.50 എന്ന് തന്നു കഴിഞ്ഞാൽ ആദ്യം തരുന്നത് എക്സ് ആണ്, രണ്ടാമത് തരുന്നത് വൈ ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് 4.5 ആണ്. 4.5 എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ 4-നും 5-നും ഇടയ്ക്കാണ് 4.5. വൈ എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുന്നത് എന്താ ഒറിജിനും 1-നും ഇടയ്ക്കാണ് 0. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരും കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പം നമ്മൾ എക്സസൈസ് ഇതിൻ്റെ നമ്മൾ ചെയ്തതാണ്. ഈ കണക്ക് നമ്മൾ ചെയ്തതാണ്. റൈറ്റ് വാളും ലെഫ്റ്റ് വാളും ബെഡ്റൂമും വാൾഡ്രോബിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തതാണ്. പാർട്ട് 1 ഒന്ന് എടുത്ത് നോക്കണേ കണ്ടോ. ഇവിടെ ഞാൻ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ് എന്താണ്? 0 ആണ്. 80 ഉണ്ടോ ഇവിടെയൊക്കെ ഞാനല്ലത് പഠിപ്പിച്ചപ്പോൾ കുട്ടി എഴുതി വെച്ചതാ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ കണക്ക് ചെയ്യാം. നാണ്ടേ മുമ്പ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇവിടെ കിട്ടുന്ന ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. അതായത് ഇപ്പം നമുക്ക് -5 3 തരികയാണെങ്കിൽ -5 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആണ് കേട്ടോ. ഫസ്റ്റ് തരുന്നത് എക്സ് ആണ്. ഇവിടെ -5 എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ പോയിട്ട് ഇവിടെ വരുന്നത് -5 കണ്ടോ. -5 എന്ന് പറയുന്നത് എക്സിൻ്റെ ഇവിടെ അല്ലേ 5 -5 -5ൻ്റെ 3 എന്ന് പറഞ്ഞാൽ വൈ ആണ്. വൈ പോസിറ്റീവ് നോക്കിയേ, പോസിറ്റീവ് 3 ആയപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ വരും കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പം നമുക്ക് എക്സസൈസ് 1.2 നോക്കാൻ കഴിയില്ല കേട്ടോ. 1.2ൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കണേ. കണ്ടോ 1.2 ഞാനത് എഴുതിയായിരുന്നു, പക്ഷേ ടെസ്റ്റ് എനിക്ക് കിട്ടി. നോക്കിയേ, ഓൺ എ ഗ്രാഫ് ഷീറ്റ് മാർക്ക് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ദ ഒറിജിൻ ഓ മാർക്ക് പോയിന്റ് ഫ്രം -7 0. നോക്കിയേ, ഓരോ ഇതും കൊടുത്തേക്ക് നോക്കിയേ. -7 0, 13 0 on the x-axis and from 0 -15 0 12 on the y-axis. യൂസ് ദ സ്കെയില് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 യൂണിറ്റ് എന്ന രീതിയിൽ. നമ്മൾ സ്കെയിലിൽ സെൻറ്റിമീറ്റർ എടുക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? ആ സ്കെയിലിൽ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നത് എന്തെടുക്കണം? 1 യൂണിറ്റ് കേട്ടോ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 യൂണിറ്റ് എന്ന രീതിയിൽ എടുക്കണം. യൂസിങ് ഫിഗർ 1.5 ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ഈ പടം നല്ലതുപോലെ മനസ്സിലാക്കിയേ. നോക്കിയേ, മുമ്പ് നമ്മൾ ഇന്നലെ ചെയ്ത ആ പടം തന്നെയാണ് കേട്ടോ. ഈ ചാപ്റ്ററെ ഒരുമാതിരി എന്താ എളുപ്പമാണ്, പക്ഷേ പടം വരപ്പും കാര്യങ്ങളും ഒക്കെ അത്രയേ ഉള്ളൂ. ഞാൻ നോക്കിയേ. ഓക്കെ, ഇവിടെ നോക്കിയേ, നമുക്ക് തന്ന ഈ ക്വസ്റ്റ്യനകത്തിലേ നോക്കിയ നിങ്ങൾ ആദ്യം പടം വരയ്ക്കുന്നതിന് മുമ്പേ ഒന്ന് നോക്കണേ നിങ്ങൾ. നോക്കിയേ, നമുക്കറിയാം ഫസ്റ്റിൽ തരുന്നത് നോക്കിയേ -7 0 അല്ലേ, പിന്നെ 13 0, പിന്നെ 0 -15, പിന്നെ 0 12. ഈ 4 നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഈ 4 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ -7 13 15 12. അപ്പം നമ്മൾ വരയ്ക്കുമ്പം 15 വരത്തക്ക രീതിയിൽ ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻ വരയ്ക്കണം. 15 വരണം. നോക്കിയേ, -15 എന്ന് പറയുന്നത് വൈ ആണ്.
അല്ലേ? വൈ എന്ന് പറയുന്നത് നമുക്കറിയാം മേളിൽ നിന്ന് താപ്പോട്ട് വരേണ്ടതാണ്. ചാടി കയറി അങ്ങ് ഗ്രാഫ് വരയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് വേണം കേട്ടോ കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കേ, -7 13 ഒക്കെ എന്താ, ഇത് രണ്ടും എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടൽ 13 വരെ വരണം, 13 വരെ. ഇനി വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ആണ്. വൈ നോക്കിയേ -15 12 വരെയും വരണം കേട്ടോ. ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത്. എവിടെ എന്തുവാന്ന് സംഖ്യ ഒന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടല്ലോ. അപ്പോൾ ആ വലിയൊരു നമ്മുടെ ബുക്കിനകത്ത് ഗ്രാഫ് ബുക്കിൽ അത് പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. എന്താ കാരണം വലിയ പേപ്പർ വേണം, കാരണം 15 ഒക്കെ വരണ്ടേ. അല്ലെങ്കിൽ ഇനി താഴെ വെച്ചിട്ട് എന്നാലും പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അപ്പം എന്താ -7 13 -15 12 എക്സും വൈയും ഒക്കെ വരത്തക്ക രീതി വലിയൊരു ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫല്ല, എക്സും വൈയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഓരോ വര വരയ്ക്കണം കേട്ടല്ലോ. ഓക്കെ, എന്നിട്ട് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇതാക്കി അവർ ദാണ്ട് ഇങ്ങനെ ഒരു വര വരച്ച്, ഇത് നോക്കിക്കേ, ഇങ്ങനെ ഓരോ വര വരയ്ക്കുക. കണ്ടല്ലോ, മനസ്സിലായോ? എന്നിട്ട് അവർ ഇത് പടവാ. ഇനി അവർ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം നമ്മുടെ പടം ഇതാണ്, അത് നമ്മുടെ മനസ്സിൽ വേണം. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതിനകത്തിൽ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ, ഒരു ബെഡ് കിടപ്പുണ്ട്, ഇവിടെ വാൾഡ്രോബ് ഉണ്ട്, ബാത്റൂമിനകത്തെ വാഷ് ബേസിന്, ക്ലോസറ്റ്, വൈ ആക്സിസ് ഇതാണ്, എക്സ് ആക്സിസ് ഇതാണ്. ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദിച്ച ചോദ്യം നോക്കാം കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചു നോക്കണേ, പ്ലേസ് റയാൻസ് റെക്ടാങ്കുലർ സ്റ്റഡി ടേബിൾ വിത്ത് 3 of its feet at the point, നോക്കണേ, 8 9 11 9 12 7. നോക്കിക്കേ, ഈ നമ്മുടെ റയാൻ ഉണ്ടല്ലോ, റയാൻ റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, അവൻ്റെ ബെഡ്റൂമിൻ്റെ അതിനോട് ചേർന്നാണ്. റൂം പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, പ്ലേസ് റയാൻസ് റെക്ടാങ്കുലർ സ്റ്റഡി ടേബിൾ, റെക്ടാങ്കുലറിലുള്ള ഒരു സ്റ്റഡി ടേബിൾ, 3 അതിൻ്റെ വിത്ത് 3 of its feet at the point എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാലുണ്ടല്ലോ, ഈ റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിലും അതിൻ്റെ കാല് 3 കൊടുത്തിട്ടുള്ളൂ. 1 2 3. ഒരു എന്താ ടേബിളിന് 4 കാല് വേണ്ടായോ നിങ്ങളെ? അപ്പം നമ്മൾ ആ 4ാമത്തെ കാലും കണ്ടുപിടിക്കണം കേട്ടോ. ഒരു ടേബിളിന് 3 കാലാണോ 4 കാലാണോ? 4 കാലുണ്ട്, ഇവിടെ 3 തന്നിട്ടുള്ളൂ. നമ്മളത് കണ്ടുപിടിക്കണം കേട്ടോ. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കിയേ, 8 ഫസ്റ്റ് തന്നിരിക്കുന്ന ഓർത്തോണം, ഇത് എക്സ് ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 8 എന്ന് പറയുന്നത് എക്സ് ആണ്, 9 എന്ന് പറയുന്നത് വൈ ആണ്, 11 എന്ന് പറയുന്നത് എക്സ് ആണ്, 9 എന്ന് പറയുന്നത് വൈ ആണ്, 11 എന്ന് പറയുന്നത് എക്സ് ആണ്, 7 എന്ന് പറയുന്നത് വൈ ആണ്. എക്സും വൈയും നമുക്ക് അറിയാമല്ലോ, നമ്മൾ കുറേ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് 8 9 11 9 11 7 എവിടെ വരയ്ക്കുമെന്നാ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, നമുക്ക് വരയ്ക്കാം, സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞ എന്താ കുഞ്ഞുങ്ങളെ? 8 9 നോക്കാം. എക്സ് ആണ് 8, എക്സ് 8 താ കിടക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എക്സ് ആണ് പറയുന്നത്. 8 9 വൈ ആണ്, വൈ 9 ദാണ്ട് ഇവിടെ കണ്ടോ, 9 കാണാൻ പറ്റും, ദാണ്ട് ഇവിടെ 9 കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 9 നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 9ൻ്റെ നേരെ വരയ്ക്കണം കേട്ടോ. 9 ഞാൻ ഇങ്ങനെ ഒരു ഡോട്ട് കൊടുക്കാം, കാരണം ഇത് ഇവിടെ വരണ്ടേന്ന് അറിയത്തില്ലേ. കണ്ടോ, ഡോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് 8 ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം നല്ല ഇവിടെ 8 ഇവിടെ അല്ലേ, അതെ കണ്ടോ, 8 9 എന്ന് പറയുന്ന ദാണ്ട് ഇവിടെ വന്നു. മനസ്സിലാക്കണേ, എത്ര? 8 9 കോർഡിനേറ്റ് 1 കിട്ടി. 8 9 8 എന്ന് പറയുന്നത് ഇത് എക്സ് എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ളതാണ്. ഈ വരയ്ക്കാണ് എക്സ് എന്ന് പറഞ്ഞത്. താഴെയുള്ള വര എക്സും നേരെ വെർട്ടിക്കൽ വരയ്ക്കുന്നത് പിന്നെ വൈയുമാണ് കേട്ടോ. അപ്പോൾ എക്സ് നേരെ കിടക്കുന്ന വരയാണ് കുഞ്ഞുങ്ങളെ, തിരിഞ്ഞു പോലെ 8 9 കിട്ടി. ഇനി അടുത്ത അവർ പറഞ്ഞ 11 9. 11 എന്ന് പറയുന്നത് എന്താ? 11 എക്സ്, ആദ്യം പറയുന്നത് എക്സ്. 11ൻ്റെ 9 11 കണ്ടിതാ, 11ൻ്റെ 9 കണ്ട് മുമ്പേ നമ്മൾ 9 എടുത്തതാ അല്ലേ. അപ്പോൾ ഏകദേശം ഏതാ ഇവിടെ ആയിട്ട് വരും, കണ്ട് ഇവിടെ കേട്ടോ. കാരണം എന്താ, 9 9 നമ്മൾ വരച്ചിട്ടേക്കോ, 11ൻ്റെ 9 കണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ 11ൻ്റെ 9, അപ്പോൾ അത് കിട്ടി. 11ൻ്റെ 9 ഇത് നോക്കണേ കുഞ്ഞുങ്ങളെ. 11 എന്ന് പറയുന്ന എക്സ് ആണ്, 9 എന്ന് പറയുന്ന വൈ ആണ്. 11ൻ്റെ 9, അപ്പോൾ 2 കിട്ടി. ഇനി മൂന്നാമത്തത് 11ൻ്റെ 7. അടുത്ത എത്ര കുഞ്ഞുങ്ങളെ? 11ൻ്റെ തന്നെ 7 എന്ന് പറയുന്ന ദണ്ടിതാ 7 ദണ്ടിവിടെ. ഇത് നേരെ വരയ്ക്കണം.
നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. 7 11ൻ്റെ 7 11 കണ്ട് ഇവിടെ ആയിട്ട് വരും. 11ൻ്റെ 7 കണ്ടോ 7. അപ്പോൾ ദാണ്ടെ 11ൻ്റെ 7. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? 11ൻ്റെ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആദ്യം പറയുന്നത് എക്സ് കേട്ടോ. അതായത് എക്സ്, ഇതിനകത്തുള്ള എക്സ് എടുക്കണം. രണ്ടാമത് പറയുന്നത് വൈ. ആദ്യം പറയുന്നത് 11 അപ്പോൾ 11ൻ്റെ അവിടുന്ന് 7 എന്ന് വെച്ചാൽ തണ്ട 7. 11ൻ്റെ 7. ഇതെത്ര? 8ൻ്റെ 9. ഇതോ 11ൻ്റെ 9. കണ്ടല്ലോ. അപ്പം നോക്കിയോ നിങ്ങളെ, നോക്കിയേ നടെ ഇവിടെ നിന്ന് ദണ്ട് ഇവിടെ തൊട്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും വന്നു. ഇവിടെ നിന്ന് കണ്ടോ 11ൻ്റെ 7 എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, ഇവിടെ വരെയും വന്നിട്ടുണ്ട് കേട്ടെ. ഒരു അവൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു എന്തായിരുന്നു ടേബിളായിരുന്നു അല്ലേ, എന്താ സ്റ്റഡി ടേബിളായിരുന്നു. അത് നോക്കിയേ, ഇവിടുന്ന് ഇവിടെ വരെ വന്നു, ഇവിടുന്ന് ഇവിടെ വരെ വന്നു. ഇങ്ങനെ വന്ന് നിൽക്കുക, 3 കാലേ നിൽക്കുക അല്ലേ. 3 ഓഫ് ഇറ്റ്സ് ഫീറ്റ് അറ്റ് ദ പോയിന്റ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ച അടുത്ത ചോദ്യം എന്തോന്നറിയോ? നിങ്ങൾ ചോദ്യമുണ്ട്. അപ്പം നമ്മൾ വരച്ചത് ഇത് ഒന്ന് വരച്ച് കാണിച്ചാൽ ഇനി ചോദ്യം, വേർ വിൽ ബി ദ 4th ഫുട്ട് ഓഫ് ദ ടേബിൾ ബി? വേർ വിൽ ബി ദ 4th ഫുട്ട് ഓഫ് ദ ടേബിൾ? ഇപ്പം 3 കാലുണ്ട് അല്ലേ, 4ാമത്തെ കാല് എവിടെ ആയിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചത്. 4ാമത്തെ എവിടെ ആയിരിക്കും നിങ്ങൾ? റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 4ാമത്തെ എന്താ, ഇങ്ങോട്ട് വരണം, ഇവിടെ വരെ അല്ലേ. പിന്നെന്താ, റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മളോട് പറഞ്ഞില്ലേ, അത് ഇവിടെ വരെ അണ്ട് ഇങ്ങനെ വരും കണ്ടോ. കാരണം എന്താ, അതിന് ഇവിടെ വല്ലതും കൊണ്ട് വെക്കാൻ പറ്റുമോ കാല്? 4ാമത്തെ അല്ലേ, ഒരു ചെയറിൻ്റെ കാല് ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എത്ര ആണോ അത് തന്നെ താപ്പോട്ട്, ഇവിടെ എത്ര ആണോ അത് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ രണ്ടും കൂടെ വന്നത് ഏതിലായിരിക്കും നോക്കിയേ? 8. നോക്കിയേ, 8 എക്സ് ആണ് ആദ്യം പറയേണ്ടത്, എക്സ് ആണ്. അപ്പോൾ 8 എക്സ് 8 പറഞ്ഞു. ഇത് വന്നേക്ക് നോക്കിയേ 7 8 7. ആ കോർഡിനേറ്റും കിട്ടി. മനസ്സിലായോ? അപ്പോൾ 1ൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? വേർ വിൽ ബി, കണ്ട് ഇവിടെ തന്നെ വേർ വിൽ ബി ദ 4th ഫുട്ട് ഓഫ് ദ ടേബിൾ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ, എന്താണ് അവിടെ 8ഉം 7ഉം ആയിരിക്കും കേട്ടോ. 8ഉം 7ഉം എങ്ങനെയാ വന്നതെന്ന് അറിയാവേ? 3 കാലും നമുക്ക് തന്നു. 4ാമത്തെ കാല് നമ്മൾ കണ്ടുപിടിക്കണം. ഇതങ്ങ് യോജിപ്പിച്ചാൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലായേ? 3 കാലുണ്ട്, 4ാമത്തെ കാലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. അത് കണ്ടേ. അടുത്ത നമ്മളോട് ചോദിച്ചത്, ഈസ് ദീസ് എ ഗുഡ് സ്പോട്ട് ഫോർ ദ ടേബിള്? ഈസ് ഗുഡ് സ്പോട്ട് ആണോ? ഇത് നോക്കിയേ, അതൊരു നല്ല ഗുഡ് സ്പോട്ട് ആണോ? ഈസ് ദ ഗുഡ് സ്പോട്ട് ഫോർ ദ ടേബിൾ ഇടാൻ പറ്റിയ സ്പോട്ടാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഈ പടം എടുത്തിട്ട് നോക്കിയേ, നമുക്ക് 8ൻ്റെ എന്താ പടത്തിൽ എങ്ങനെ വന്നേ, 8 7 വരണം. അതായത് നമ്മുടെ ടെസ്റ്റിലെ പടം എടുത്തിട്ട് 8ൻ്റെ 7 അല്ലേ, 7 ആകുമ്പോൾ നല്ല ഏകദേശം ഇവിടെ ആയിട്ട് വരും ഇല്ലേ. ഏകദേശം നിങ്ങളുടെ പുസ്തകത്തിനകത്തില്ലേ, പേന വെച്ച് വരയ്ക്കേണ്ട, റഫായിട്ട് ഞാൻ ഒന്ന് കാണിക്കാൻ പറ്റില്ല. ഏകദേശം നിങ്ങൾ എടുക്കുമ്പോൾ 8 7 എങ്ങനെയൊക്കെയായിരുന്നു ഇതായിരുന്നു. 8ൻ്റെ 7 പിന്നെ എത്ര വരും? 11 വരെ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു വാൾഡ്രോബ് അല്ലേ. എന്നിട്ട് 8 9, 8ൻ്റെ 9 നേരെ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് ഏകദേശം ഇങ്ങനെ ഒരെണ്ണം വരും. പെൻസിൽ വെച്ച് വരയ്ക്കണം കേട്ടോ, ടെസ്റ്റ് പേന വെച്ച് വരയ്ക്കല്ലേ. കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം വരും കണ്ടോ. ഇത് നമ്മളോട് ചോദിച്ചത് വേർ വിൽ ബി ദ 4th ഫുട്ട് ഓഫ് ദ ടേബിൾ, പിന്നെ ഈസ് എ ഗുഡ് സ്പോട്ട് ഫോർ ദ ടേബിൾ. ഈ ടേബിൾ ഇടാൻ പറ്റിയ ഒരു സ്പോട്ടാണോ ഇതെന്ന്? ആണ്. കാരണം എന്താ, ഇവിടെ നോക്കിയേ ബെഡ്റൂം ഉണ്ട്, ഇത് വാൾഡ്രോബാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ ഒരു ഒഴിഞ്ഞ കോണാണ് അല്ലേ. അപ്പോൾ എന്താ, എങ്ങനെ എഴുതാം? അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? എഴുതണേ. അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഈ ഗുഡ് സ്പോട്ട് ആണോ എന്നുള്ളതിനാണ്. ഒന്നാമത്തെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതും? 1ൻ്റെ 8 7 കേട്ടോ, 8 7. 2 പറയുന്നത് ഗുഡ് സ്പോട്ട് ആണോ എന്ന് ചോദിച്ചാൽ യെസ് കേട്ടോ, യെസ് ഇറ്റ് ഈസ് എ ഗുഡ് സ്പോട്ട് മതി. ഗുഡ് സ്പോട്ട് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഇറ്റ് ഈസ് എ ഗുഡ് സ്പോട്ട്, അത്രയൊക്കെ മതി കേട്ടോ. അടുത്ത 3ാമത്തെ അതിൻ്റെ ഒരു ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ. 3 എന്താണെന്നറിയോ? വേണമെങ്കിൽ ഗുഡ് സ്പോട്ട് എന്തുകൊണ്ടാണ്, ബിക്കോസ് എന്തുകൊണ്ടാണ് അത് ഗുഡ് സ്പോട്ടാണെന്ന് പറഞ്ഞത്? ബിക്കോസ് ഇറ്റ് ഈസ് എവേ ഫ്രം ദ ബെഡിൽ നിന്നും ഇത്തിരി ദൂരെ അല്ലേ.
ഫ്രം ദ ബെഡ്. വേണേൽ അങ്ങനെ എഴുതാം കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. മൂന്നെന്താ അവർ ചോദിച്ചേ? ഓക്കെ, മൂന്നാമത്തെ വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു മേക്ക് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ ചോദിച്ചിട്ടുണ്ട്. നോക്കുഞ്ഞില്ലേ, അവിടുത്തെ ഈ ടേബിളിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിളിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ നമുക്കറിയാം. ലെങ്ത് എന്ന് വെച്ചാൽ ഏതാ? ഇതാണ് ലെങ്ത്, ഇതാണ് വിഡ്ത്ത് അല്ലേ. ഇത് വീതിയും ഇത് നീളമാണെന്ന് നമുക്കറിയാം, നീളവും വീതിയും. അപ്പോൾ വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വിഡ്ത്ത് നോക്കിയോ നിങ്ങളെ, വിഡ്ത്ത് എപ്പോഴും എങ്ങനെ അറിയുന്നത്? നീളം എപ്പോഴും നോക്കിയേ, നീളം ഇങ്ങനല്ലേ, ഇങ്ങോട്ടല്ലേ, ഹൊറിസോണ്ടൽ അല്ലേ നീളം. അപ്പം നമുക്കറിയണമെങ്കിൽ നോക്കിയേ, 8, 7 നീളം അല്ലേ. ഇങ്ങനെ നോക്കി, ഈ വര എന്താവും നിങ്ങളെ അവിടെ? ഈ വര ഇതെന്തുവാ? നീളത്തിൻ്റെ ഈ വര ഹൊറിസോണ്ടലാണ് അല്ലേ. അപ്പോൾ ആ നീളം ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് എക്സ്. നിങ്ങൾ ആ ക്ലൂ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നീളം എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ അല്ലേ, ഇങ്ങനെ ഇതല്ലേ, അതായത് ഈ വരയല്ലേ, ഇത് ഹൊറിസോണ്ടൽ അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ആണെങ്കിൽ നീളത്തിന് നമ്മൾ ഏതാ? എക്സ്. ഇങ്ങോട്ടുള്ള വരെ എക്സ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എക്സും വൈയും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. മനസ്സിലായോ നിങ്ങളെ? ഇപ്പോൾ ഫസ്റ്റ് നമ്മളെടുത്ത് ചോദിച്ചാൽ വിഡ്ത്താണ്, അതങ്ങ് എഴുതാം. ഇപ്പോൾ നോക്കിയേ, വിഡ്ത്ത് ഓഫ് ദ ടേബിൾ. അപ്പം നമ്മൾ എന്താ ചെയ്യുമെന്നറിയോ? വിഡ്ത്ത് അവിടുത്തെ വെർട്ടിക്കൽ ലൈൻ എടുക്കണം. വെർട്ടിക്കൽ കേട്ടോ, അന്ന് എഴുതി വെക്കരുത്. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്ന് താപ്പോട്ടുള്ളത്. മേളിൽ നിന്ന് താപ്പോട്ടുള്ളത് ഇപ്പം നമ്മുടെ 8, 9 അല്ലേ, 8, 7. അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് വൈ ആണെന്ന് നമുക്കറിയാം അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വര, വൈ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വര. അപ്പം നമ്മൾ വെർട്ടിക്കൽ അല്ലേ എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ. 9 നിന്ന് 7 പോയാൽ എത്ര ആണെന്ന് കേട്ടോ. 9 നിന്നും 7 പോയാൽ 2 യൂണിറ്റാണ് അവിടുത്തെ വിട്ട് വരുന്നത്. എളുപ്പമല്ലേ അത് കേട്ടോ. അങ്ങനെ പഠിച്ചാൽ അപ്പോൾ എളുപ്പം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചായോ? ലെങ്ത് ഓഫ് ദി ടേബിൾ. ലെങ്ത് ഓഫ് ദ ടേബിൾ എന്ന് വെച്ചാൽ എന്താ? ലെങ്ത് ഇങ്ങോട്ടാണ് അല്ലേ, ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടൽ ഏതൊക്കെയാ? എത്രയൊക്കെയാ? 8, 7 പിന്നെ ഏതാ? 11, 7. 8, 7, 11, 7 അല്ലേ. അപ്പോൾ അവിടുത്തെ ഹൊറിസോണ്ടൽ ആകുമ്പോൾ എക്സാ. 11 നിന്ന് 8 കുറയ്ക്കണം. ഇത് 11 - 8 = 3 യൂണിറ്റ്. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ നിങ്ങളെ? ഇങ്ങനെ നോക്കിയേ, നമ്മുടെ ലൈൻ എന്ന് വെച്ചാൽ ഇത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലുമാണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വെച്ചാൽ എക്സ് ആണ്, വെർട്ടിക്കൽ ലൈൻ എന്ന് വെച്ചാൽ വൈ ആണ്. മനസ്സിലായോ? അപ്പം ഇത് ലെങ്തും ഇത് വിട്ടുമാണ്. ഇത് ലെങ്ത്, ഇത് വിഡ്ത്ത്. അപ്പം ലെങ്തിൻ്റെ അറിയണമെങ്കിൽ എക്സ് കുറയ്ക്കണം, വിട്ടിൻ്റെ അറിയണമെങ്കിൽ വൈ കുറയ്ക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇനി ഞാൻ പറയണം, ഒത്തിരി വട്ടം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറുത്തേണ്ടി വരും. ഇനി അടുത്ത ചോദ്യം എന്താ? ഇതങ്ങ് മനസ്സിലാക്കണേ കേട്ടോ. ഏതാ കുറയ്ക്കണ്ടേന്ന് ഓർക്കണേ നിങ്ങൾ കേട്ടോ. അവിടെ 8, 7, 8, 9 ഇവിടെ വൈ ആണ്. ഇങ്ങനെയുള്ളതാണ്ട് വൈ ആകുമ്പോൾ എക്സ് വൈ തങ്ങളിൽ കുറയ്ക്കണം. ഇത് നീളം എന്ന് വെച്ചാൽ എക്സ് അല്ലേ. എക്സ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ എക്സുകൾ തങ്ങളിൽ കുറയ്ക്കണം. അത്രയേ ഉള്ളൂ. ഇനി നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ക്യാൻ യു മേക്ക് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ. ക്യാൻ യു മേക്ക് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ. ഇവിടെ ഉണ്ടോ നിങ്ങളെ? ഇവിടെ ഹൈറ്റ് ഉണ്ടോ? ഇല്ല കേട്ടോ. ഇവിടെ ഹൈറ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഹൈറ്റ് കാനോട്ട് ബി, ഇവിടെ എന്താ ഒന്നും പറയുന്നില്ല. കാനോട്ട് ബി ഡിറ്റർമൈൻഡ്, ഇവിടെ ഒന്നും പറയുന്നില്ല. ഡിറ്റർമൈൻഡ് കേട്ടോ. ഇവിടെ ഹൈറ്റ് കാനോട്ട് ബി, ഹൈറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ലെങ്തും വിട്ടുകയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി കേട്ടല്ലോ. ഇനി അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടോ നിങ്ങൾ? അതുകൂടെ അങ്ങ് പറയാം. അതായത് ഇഫ് ദ ബാത്റൂം ഡോർ ഹാസ് എ ഹിഞ്ച് അറ്റ് B1 ആൻഡ് ഓപ്പൺ ഇൻ ടു ദ ബെഡ്റൂം, വിൽ ഇറ്റ് ഹിറ്റ് ദ വാൾഡ്രോബ്? ആർ ദേ എനി ചേഞ്ച് യു വുഡ് സജസ്റ്റ് ഇഫ് ദ ഡോർ ഈസ് മെയ്ഡ് വൈഡർ? അതായത് ബാത്റൂം ഡോർ ഹാസ് എ ഹിഞ്ച് അറ്റ് B1. ഈ B1 ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുപിടിച്ചത് അറിയാമോ? B1 ഉം B2 ഒക്കെ ഇതാണ്ട്. B1 നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പുറത്തെ ക്വസ്റ്റ്യനകത്തില്ലേ ഇതാണ്ട് ഈ B1 B2 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ആ ചോദ്യത്തിലുണ്ട് ഇതാണ്ട കുഞ്ഞുങ്ങളെ. ഇവിടെ ഒരു B1 കിടക്കുന്നത്. R1 11.5 B1 അടക്കുന്നത് ചോദ്യത്തിലുണ്ട് കേട്ടോ. B1 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. B1 എന്ന് പറയുന്നത് 1.5 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ.
കേട്ടോ, B1 എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ഇപ്പോൾ ചോദിച്ചതിൽ ബാത്റൂം ഡോർ ഹാസ് ഹിഞ്ച്. ഹിഞ്ച് എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ വിജാവിരി എന്നൊക്കെ പറയും കേട്ടോ. വിജാവിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കതവ് തുറക്കാനും അടയ്ക്കാനും നല്ല ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മളിങ്ങനെ കിയോ എന്ന് പറഞ്ഞ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അറിയാമോ നിങ്ങളെ, സൈഡിൽ ഈ അതിൻ്റെ 3 എണ്ണമൊക്കെ 2, 3 ഒക്കെ കൊടുത്തിരിക്കും. മനസ്സിലായോ? അതിൻ്റെ ഈ ഇവിടെ ഇതിനകത്തിൽ കൂടാണ് നമ്മൾ എന്താ ഇങ്ങോട്ട് തുറക്കുകയും അങ്ങോട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. മനസ്സിലാക്കണേ കേട്ടോ, ഹിഞ്ച് കേട്ടോ, അറിയാമല്ലോ. അപ്പം ബാത്റൂം ഡോറ് ഹാസ് എ ഹിഞ്ച് അറ്റ് B1 ആൻഡ് ഓപ്പൺ ഇൻ ടു ദ ബെഡ്റൂം വിൽ ഇറ്റ് ഹിറ്റ് ദ വാൾഡ്രോബ്. അതായത് നമ്മുടെ B1 എന്ന് പറയുന്നത് ഇതാ B1. ഞാൻ ആ പടത്തിൽ കാണിക്കാം, മൊത്തം കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കില്ലേ. അതായത് ഇത് നമ്മുടെ നല്ലോണം നോക്കണേ, മറ്റേ ഞാനങ്ങ് കുളവാക്കി കാണിച്ച് ഇത് ഇവിടുന്ന് ഇവിടെ വരെ, അതായത് ഇത് 1, 2, 3, 4 അതിൽ B1 കൊടുത്തേക്കുന്നത് 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കായിട്ടാണ് B1 കൊടുത്തേക്കുന്നത്. എന്താണെന്നറിയോ, 1.5 നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 1.5 B1 ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ചോദിച്ചത് ഈ B1-ൽ നിന്ന്, ഈ B1-ൽ ബാത്റൂമിൻ്റെ ഡോറായത് കേട്ടോ, ബാത്റൂം ഡോറ് ബാത്റൂമിൻ്റെ ഈ B1 മുതൽ ഇവിടെ വരെ ഒന്ന് ഓർത്ത് വെച്ചേക്കണോ. ഞാൻ ഇത്രയും ഭാഗം B1, B2, B1, B2 ഇത്രയും ഭാഗം അതിൻ്റെ ഡോർ ഇരിക്കുക കേട്ടോ. ഈ ഡോറിൻ്റെ ഇവിടുത്തെ ഈ കതക് തുറക്കുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ കാണാൻ പറ്റും വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് വാൾഡ്രോബ് ഇതാവും നിങ്ങളെ B1, ഇതാണ് B1, ഇത് B2 കണ്ടോ. ഇതാണ് നമ്മുടെ കതക് കേട്ടോ, കതക് കൊടുത്തേക്കുന്നത് വാതിൽ അല്ലേ, കതക്. അപ്പോൾ ഇവിടുന്ന് ഈ കതവുണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ, ഈ കതവ് ഇവിടുന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ ഈ വാൾഡ്രോബിൽ വന്ന് തട്ടുമോ എന്നാണ് പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാൾഡ്രോബിൽ വന്ന് റയാൻ്റെ ബെഡ്റൂമിൻ്റെ അല്ലേ, ആ ബെഡ്റൂമിലോട്ട്, ബാത്റൂമിൽ നിന്നും ആ ബെഡ്റൂമിലോട്ട് അല്ലേ, ഇത് ബാത്റൂമിൽ നിന്ന് ബെഡ്റൂമിലോട്ട് കയറുന്നത്, ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിൽ 2000 കണക്കായില്ലേ, 2 വരുന്നതല്ലേ. ബെഡ്റൂമാണ് നമ്മുടെ റയാൻ്റെ, അതിൽ നിന്ന് ബാത്റൂമിലോട്ട് കയറുന്നതിൻ്റെ ബാത്റൂമിൻ്റെ വാതിലുണ്ടല്ലോ, ആ വാതിൽ തുറക്കുമ്പോൾ അവന് ഇവിടെ ഒരു വാൾഡ്രോബ് ഇട്ടിട്ടുണ്ട്. ആ വാൾഡ്രോബിൻ്റെ അതിൽ വന്ന് തട്ടുമോ എന്നാവും നിങ്ങളെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പം നമുക്കറിയാം B1 നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് 1.5. പിന്നെ ഇവിടുത്തെ അളവ് നമുക്കറിയാം 4 ഇവിടെ ഉണ്ട് അല്ലേ, നമ്മുടെ ആ ക്വസ്റ്റ്യനകത്തിൽ ഇവിടെ 4 വരെയും തന്നിട്ടുണ്ട്. 1.5 ഇവിടെ ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇവിടെ 4 ഉണ്ട് അല്ലേ. ബാത്റൂം ഡോറിനും വാൾഡ്രോബിൽ വന്ന് മുട്ടുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ എന്തോ ചെയ്താൽ മതി, B1 നമ്മുടെ കയ്യിലുണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ എന്തോ ചെയ്താൽ മതി, നമ്മുടെ ഈ 4-ൽ നിന്നും ഈ 1.5 എന്നൊന്ന് കുറച്ച് നോക്കിയേ. അപ്പോൾ എത്ര വരും? 10 × 5 = 5, 2.5 വരുന്നത്. തുറന്ന് വരുമ്പോൾ 2.5. പക്ഷെ നമ്മുടെ 0, 1, 2, 3, 4 എന്ന് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ വാൾഡ്രോബ് 3 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് വാൾഡ്രോബ് ഇരിക്കുന്നത്. വാൾഡ്രോബ് പടത്തിനകത്തിൽ നോക്കണേ നിങ്ങളെ 0 to 3 സെൻറ്റിമീറ്റർ അകലെയാണ് ഈ വാൾഡ്രോബ് വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കതക് നമ്മൾ നോക്കിയപ്പം ഈ 4 ഇവിടെ 4, ഇവിടെ 1.5, 4-ൽ നിന്ന് 1.5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2.5 തുറക്കുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെ 2.5 വരെ, ഇവിടെ വരെ വരത്തുള്ളൂ. മനസ്സിലായോ? 2.5 വരെ വരത്തുള്ളൂ. അപ്പോൾ ഇത് മുട്ടുമോ? ഇല്ല, അതിലോട്ട് മുട്ടത്തില്ല. നമ്മളോട് ചോദിച്ചത് വന്ന് കതവിൻ്റെ അവിടെ മുട്ടുകയോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? അതായത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വിഡ്ത്ത് ഓഫ് ദി ബാത്റൂമിൻ്റെ ഡോറ് എത്ര? 4-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 1.5 അങ്ങ് കുറച്ചു. 1.5 ഏതാ? B1 ആണേ. B2 എന്ന് വെച്ചാൽ 4 കുറച്ചപ്പോൾ നമുക്ക് 2.5 യൂണിറ്റ് കിട്ടി കേട്ടോ, യൂണിറ്റ് കിട്ടി. പക്ഷേ നമുക്ക് എത്ര ദൂരെയാണ് നമ്മുടെ വാൾഡ്രോബ് ഇരിക്കുന്നത്? എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ തങ്ങളില്ല? ഡോറിൻ്റെ ഹിഞ്ചും ആൻഡ് വാൾഡ്രോബും തങ്ങളിൽ എത്ര ദൂരെയായിരിക്കുന്നത്? 3 യൂണിറ്റ് അകലെയാണ്
അത് ഇരിക്കുന്നത്. നോക്കിയേ, 2 കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇല്ല, അവർ കൂട്ടിമുട്ടത്തില്ല എന്ന് പറയാം അല്ലേ. അത് തങ്ങളിൽ നോ, ഇറ്റ് വിൽ ബി നോട്ട് ഹിറ്റ് അല്ലേ, നോട്ട് ഹിറ്റ്. അവർ കൂട്ടിമുട്ടത്തില്ല. ഏതാ? ദ വാർഡ്രോബുമായിട്ട് കൂട്ടിമുട്ടത്തില്ല അല്ലേ, വാർഡ്രോബ്. കേട്ടോ, മനസ്സിലായോ? നോ, അവർ തങ്ങളിൽ കൂട്ടിമുട്ടത്തില്ല. എനിക്കൊന്നും അതിനകത്തിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടെന്നല്ലേ. ഓർമ്മ ദേ ആർ ചേഞ്ച് യു വുഡ് സജസ്റ്റ് ഇഫ് യു ഡോർ ഈസ് മെയ്ഡ് വൈഡർ. ഇനി ഇവിടുത്തെ അത് മാറ്റിയിട്ട് അവരൊരു ഇതൂടെ പറയുന്നുണ്ട്. ഇത് മുട്ടുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സജഷൻ ഇതിനകത്ത് പറയാൻ പറ്റുമോ? ഇനി അഥവാ ഇതിവിടെ കാണാൻ മുട്ടി എന്ന് വെച്ചോ, ഇനി മറ്റെന്തെങ്കിലും സജഷൻ പറയാൻ പറ്റുമോ? ഒന്നുകിൽ നമുക്ക് ഈ കഥകിൻ്റെ ഇവിടെ ആ വിജാവിരി വെച്ചെങ്കിൽ ഇത് തുറക്കുന്നത് ഇങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടായിരിക്കും. അതല്ലെങ്കിൽ എന്താ, നിങ്ങൾ ബാത്റൂമിൻ്റെ അകത്തോട്ട് കഥവ് വെച്ചുകൂടായോ? ഇല്ലയോ? ബാത്റൂമിൻ്റെ അകത്തോട്ട് കഥവ് വെച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുറന്നുകൂടായോ? ഇവിടെ അങ്ങ് ഒന്നുമില്ലല്ലോ. നോക്കി, ഇവിടെ ഒന്നുമില്ല, ഇവിടോട്ട് പറ്റത്തില്ല, ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് തുറന്നുകൂടായോ? അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞുകൂടായോ? ഇല്ലയോ? അപ്പോൾ അതെങ്ങനെ എഴുതും? അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെ അങ്ങനെ ഒരു ചോദ്യം പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ചോദ്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അവിടെ ആണെങ്കിൽ ഇഫ് ദ ഡോറ് ഈസ് മെയ്ഡ് wider the door could be made to made to open. നമുക്ക് എങ്ങോട്ട് കൊടുക്കാം? ഓപ്പൺ ഇൻസൈഡ് ദ ബാത്റൂം അല്ലേ. ബാത്റൂമിനകത്തോട്ട് തുറന്നാൽ എന്താ ഒക്കത്തില്ലയോ? ബാത്റൂം അല്ലേ. മനസ്സിലായോ? ഇതിപ്പോൾ കഥവ് ഇവിടെ വെച്ചുകൊണ്ടാണ്, അല്ലെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് തുറക്കുമ്പോൾ ഇവിടെ വന്ന് തട്ടുമെന്ന് ചോദിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഡോറ് ഇവിടെ വിചാരി വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് തുറന്നാലോ? അത് അങ്ങോട്ടിരിക്കത്തില്ലേ? ആരും അകത്തോട്ട് വെക്കാറില്ല ഇല്ലയോ? അങ്ങനെ ഒരു സജഷൻ വെക്കില്ല, എപ്പോഴും പുറത്തോട്ടാണ്. അല്ല, അകത്തോട്ടായാലും സ്ഥല സൗകര്യം അനുസരിച്ചാവും നിങ്ങൾ അകത്തോട്ടും വേണേ വെക്കാം, അകത്തോട്ടും തുറക്കാം കേട്ടോ. അപ്പോൾ ഇത് പറയാം കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇടാം, ഇല്ലെങ്കിൽ വിട്ടേരാം കേട്ടോ. ഓക്കെ, ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പും ഒക്കെ തരണേ നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ ഇനിയുള്ള പാഠങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ എത്രയും എളുപ്പം പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും എളുപ്പം സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.